ഭൂപേഷ് ബാഗൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി റായ്പൂരിൽ നടന്ന നിയമസഭാ കക്ഷി യോഗമാണ് ഭൂപേഷ് ബാഗലിനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത്. താമ്രധ്വജ് സാഹുവിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഹൈക്കമാൻഡ് താൽപര്യം മറികടന്നാണ് തീരുമാനം. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, നേതാക്കൾ തമ്മിലുള്ള തർക്കം മൂലം ഇന്നലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. ഇന്നത്തെ തീരുമാനം അത് ഏകകണ്ഠമായുള്ള തീരുമാനം തന്നെയാണോ? വിവരങ്ങൾ. ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി തീരുമാനം എളുപ്പമാകുമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഒരു ധാരണ. എന്നാൽ പലകുറി ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിനായി ആയത്. അതിന് കാരണം നേതാക്കന്മാർ തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നടത്തിയ അധികാര വടംവലിയാണ്. റായ്പൂരിൽ നടന്ന കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗമായാണ് മുഖ്യമന്ത്രിയായി ഭൂപേഷ് ബാഗേലിനെ തെരഞ്ഞെടുത്തത്. അതേസമയം തന്നെ പദവിക്കായി മറ്റ് രണ്ട് നേതാക്കന്മാർ കൂടി ഉണ്ടായിരുന്നു, TS സിംഗ്ദേവ് അതുപോലെ തന്നെ താമ്രധ്വജ് സാഹു. ഇവരെ മറികടന്നുകൊണ്ടാണ് ഭൂപേഷ് ബാഗേൽ മുഖ്യമന്ത്രി സ്ഥാനം സ്വന്തമാക്കിയത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ താമ്രധ്വജ് സാഹുവിനെ മുഖ്യമന്ത്രിയാക്കാനായി ആയിരുന്നു ഏകദേശ ഒരു ധാരണ ഉണ്ടായിരുന്നത്. ഹൈക്കമാൻഡിന് അതായിരുന്നു താല്പര്യം. എന്നാൽ ഈ നീക്കത്തെ MLA-മാരുടെ പിന്തുണ കൊണ്ട് ഭൂപേഷ് ബാഗൽ വെല്ലുവിളിക്കുകയായിരുന്നു. അതുമൂലമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നലെ ഉണ്ടാകാതിരുന്നത്. സാഹുവിന് മുഖ്യമന്ത്രി പദവി ലഭിക്കാതിരിക്കാൻ വേണ്ടി TS സിംഗ്ദേവും ബാഗേലിനെ പിന്തുണച്ചു. തുടർന്നായിരുന്നു ഹൈക്കമാൻഡ് ഇപ്പോൾ ഭൂപേഷ് ബാഗേലിന് വഴങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി പദവി നൽകിയിരിക്കുന്നത്. ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ ഇപ്പോൾ അതോടുകൂടി അവസാനിക്കുകയാണ്. ഭൂപേഷ് ബാഗേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നു എങ്കിലും ആദ്യമായിട്ടാണ് ഭൂപേഷ് ബാഗേൽ മുഖ്യമന്ത്രിയാകുന്നത്. മുമ്പ് 2013 മാവോയിസ്റ്റ് ആക്രമണത്തിൽ പാർട്ടി പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയായിരുന്നു ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഒരു വിജയം നൽകാൻ ഭൂപേഷ് ബാഗേലിന് സാധിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് നേട്ടമായി പലരും കണക്കാക്കുന്നുണ്ട്. അതേസമയം തന്നെ മറുവശത്ത് മുൻപ് ഒരു സെക്സ് സീഡി വിവാദത്തിൽ ഇദ്ദേഹം അറസ്റ്റിലായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ ബാഗേലിനെതിരെ BJP പ്രധാനമായും ഈ ഒരു വിഷയം ആരോപിച്ചുകൊണ്ടായിരിക്കും പ്രചരണങ്ങൾ സംഘടിപ്പിക്കാനുള്ള സാധ്യത കാണുന്നത്. ഏതായാലും നാളെ വൈകുന്നേരം 4:30 പുതിയ ഭൂപേഷ് ബാഗൽ സർക്കാർ ഛത്തീസ്ഗഡിൽ അധികാരത്തിലേറും. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെ പങ്കെടുക്കാനാണ് സാധ്യത കാണുന്നത്. അത് തന്നെയാണ് ഭൂപേഷ് ബാഗലിനുള്ള ജനപിന്തുണ, ഒപ്പം പാർട്ടിക്കകത്തു നിന്ന് MLA-മാരുടെ പിന്തുണ, അതൊക്കെ വ്യക്തമാകുന്നതാണോ? ഹൈക്കമാൻഡിന്റെ മുൻ തീരുമാനത്തെ മറികടക്കുന്ന തരത്തിൽ ഈ പിന്തുണയാണോ ഇപ്പോൾ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ തുണയായിരിക്കുന്നത്? അദ്ദേഹം പഴയ സർക്കാരിന്റെ കാലത്തും മന്ത്രിയായിരുന്നു, ഇപ്പോൾ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിനുള്ള ഒരു പിന്തുണ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തടക്കം അദ്ദേഹം തന്നെയാണ് ചുക്കാൻ പിടിച്ചത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കമാൻഡിന്റെ താല്പര്യം AICCയുടെ OBC സെൽ ചെയർമാനായിരിക്കുന്ന താമ്രധ്വജ് സാഹുവിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതായിരുന്നു. ആ താല്പര്യത്തെ പ്രധാനമായും ഭൂപേഷ് ബാഗേൽ വെല്ലുവിളിച്ചത് ഈ MLA-മാരുടെ പിന്തുണ കൊണ്ടാണ്. താമ്രധ്വജ് സാഹുവിനെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ പിന്തുണ അധികമില്ല. അതേസമയം തന്നെ ഭൂപേഷ് ബാഗേലിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന താമ്രധ്വജ് സാഹുവിനേക്കാൾ MLA-മാരുടെ പിന്തുണയുണ്ട്. ഇത് മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കുന്നതിന് ബാഗേലിന് സഹായകരമായി എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. അതുപോലെ തന്നെ TS സിംഗ്ദേവ് മുഖ്യമന്ത്രി പദം വിട്ടു നൽകാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് കൂടി കാണിച്ചിരുന്നു. കാരണം യാതൊരു കാരണവശാലും താമ്രധ്വജ് സാഹുവിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ബാഗേലിന് ഗുണം ചെയ്തത്. അതേസമയം തന്നെ അദ്ദേഹം PCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വന്നു ഹൈക്കമാൻഡിന്. കാരണം 2013 ശേഷം 2013 മാവോയിസ്റ്റ് ആക്രമണത്തിന് ശേഷം 2014 അദ്ദേഹം PCC അധ്യക്ഷന്റെ ചുമതല ഏറ്റെടുത്തു. പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കോൺഗ്രസിനെ കുറെ കൂടി ഛത്തീസ്ഗഡിൽ വേരുറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലുള്ളതായിരുന്നു. അതുതന്നെയാണ് ബാഗേലിന് ഗുണം ചെയ്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വ്യക്തമാണ്. ഛത്തീസ്ഗഡിൽ ഭൂപേഷ് സിംഗ് ബാഗൽ മുഖ്യമന്ത്രിയാകും. നാളെ വൈകുന്നേരം സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളാണ് ശരത്ത് നൽകിയത്. ട്രാൻസ്ജെൻഡേഴ്സ് ശബരിമലയിൽ പോകുന്ന വിഷയത്തിൽ വ്യക്തത വരുത്തി കോട്ടയം SP. നിയമപരമായ വ്യക്തത വേണമെന്ന് SP. ഹൈക്കോടതി നിയോഗിച്ച 3-അംഗ സമിതിയുടെ ഉപദേശം തേടും. നിരീക്ഷണ സമിതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ഭാവി നടപടികളെന്നും SP പറഞ്ഞു. ഹൈക്കോടതിയുടെ നിരീക്ഷക സമിതിയോട് ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് ട്രാൻസ്ജെൻഡേഴ്സ് പ്രതിനിധികളും വ്യക്തമാക്കി. അവന്തിക, അനന്യ, തൃപ്തി, രഞ്ജുമോൾ എന്നീ ട്രാൻസ്ജെൻഡറുകളാണ് ശബരിമല ദർശനത്തിനായി പുലർച്ചെ 3 മണിയോടെ എരുമേലിയിലെത്തിയത്. ഇവർ സ്ത്രീവേഷത്തിൽ ശബരിമലയിൽ പോയാൽ 4 പേരുടെ സുരക്ഷ സംബന്ധിച്ച കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും സ്ത്രീവേഷം മാറ്റണമെന്നും പോലീസ് വ്യക്തമാക്കി. പോലീസിന്റെ ആവശ്യം തള്ളിയതിനെ തുടർന്ന് ഇവർ കോട്ടയത്തെത്തി ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയത്തിൽ നിയമപരമായ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ പറഞ്ഞു.
ചില വിഷയങ്ങളിൽ ഒരു ലീഗലായിട്ടുള്ള ഒരു ക്ലാരിറ്റി വന്നാൽ മാത്രമേ മറ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിരീക്ഷക സമിതിയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമിതിക്ക് മുമ്പാകെ ഒരു അപേക്ഷ നൽകാനായിട്ട് അവർ അഡ്വൈസ് ചെയ്യും. അതിനുശേഷം ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം മതിയായ പോലീസ് സുരക്ഷ നൽകും. അല്ല, ഇവിടെ അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അതിലൊരു ലീഗൽ ക്ലാരിറ്റി ആയിട്ടില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അവരോട് ഒരു വിദഗ്ധ സമിതിക്ക് മുമ്പാകെ ഒരു പരാതി കൊടുത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയതിനു ശേഷം ഫർദർ സ്റ്റെപ്പിലേക്ക് പോകാൻ നമ്മൾ അഡ്വൈസ് ചെയ്തു. ദർശനത്തിന് അനുമതി തേടി ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിക്ക് അപേക്ഷ നൽകുമെന്ന് 4-അംഗ സംഘം വ്യക്തമാക്കി. പെട്ടെന്നുള്ള ഞങ്ങളുടെ ശബരിമല ദർശനം സാധ്യമാക്കുന്നതിനും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടി ഞങ്ങളിപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഹേമചന്ദ്രൻ IPS അവർകളെ കാണാൻ പോവുകയാണ്. ഒപ്പം അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാനലിലുള്ള മറ്റ് 2 ജസ്റ്റിസ് രാമനെയും അവർകളെയും അതുപോലെ ജസ്റ്റിസ് സിരിജൻ അവർകളെയും ഞങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ ദേവസ്വം ശബരിമല ഹൈക്കോടതി നിരീക്ഷണ കമ്മിറ്റിയിലുള്ളവരാണ്. അപ്പോൾ അവരാണ് ഇതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഹരിസാറ് പറഞ്ഞു തന്നത്. അതേസമയം എരുമേലി സ്റ്റേഷനിൽ വെച്ച് പോലീസ് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡറുകൾ മടങ്ങി സ്ത്രീവേഷം മാറ്റണമെന്ന പോലീസ് ആവശ്യം നിരാകരിച്ചതോടെയാണ് അടക്കം 4 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ദർശനം ഉപേക്ഷിച്ച ട്രാൻസ്ജെൻഡേഴ്സ് കോട്ടയത്തേക്കാണ് മടങ്ങിയത്. നിലവിലെ സാഹചര്യത്തിൽ ശബരിമലയിൽ നടവരവിലും പ്രസാദ വിതരണത്തിലും വർധനവുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ. ചില മാധ്യമങ്ങളും സംഘടനകളും നടത്തുന്ന നുണപ്രചരണങ്ങൾ ബോർഡിന് കീഴിലുള്ള മറ്റ് ക്ഷേത്രങ്ങളെയും ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്നിധാനത്ത് വിളിച്ചു ചേർത്ത വകുപ്പ് തല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലകാലം ആരംഭിച്ച് 1 മാസമായതിന്റെ പശ്ചാത്തലത്തിലാണ് സന്നിധാനത്ത് ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിന്റെ നേതൃത്വത്തിൽ വകുപ്പുതല യോഗം ചേർന്നത്. മകരവിളക്കുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇനി മുതൽ എല്ലാ ദിവസവും വകുപ്പുദ്യോഗസ്ഥരുടെ യോഗം ചേരാനും തീരുമാനമായി. സന്നിധാനത്തെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചില മാധ്യമങ്ങളും സംഘടനകളും തെറ്റായ പ്രചരണം നടത്തുന്നുവെന്ന് യോഗത്തിന് ശേഷം ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ബോർഡിന് കീഴിലുള്ള മറ്റ് ക്ഷേത്രങ്ങളെയും ബാധിക്കും. എന്നാൽ നുണപ്രചരണങ്ങൾ വകവയ്ക്കാതെ ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ശബരിമലയിൽ ഇപ്രാവശ്യം ഈ പ്രചരണത്തിന്റെ ഭാഗമായി ഒരു നയാ പൈസ പോലും ലഭിച്ചില്ലെങ്കിലും കേരളത്തിലെ 1258 ക്ഷേത്രങ്ങളെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഫണ്ട് മാറ്റിവെക്കും എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ഉണ്ട് ഇവിടെ കേരളത്തിൽ. ആ ഗവൺമെന്റ് ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു സംശയവുമില്ല. ശബരിമലയിൽ നിലവിലെ സാഹചര്യത്തിൽ നടവരവിലും പ്രസാദ വിതരണത്തിലും വർധനവുണ്ട്. എന്നാൽ നുണപ്രചരണങ്ങൾ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്നിധാനത്ത് തിരക്കുണ്ടാക്കുകയല്ല, മറിച്ച് സൗകര്യങ്ങളൊരുക്കി തിരക്കില്ലാതെ അയ്യപ്പനെ കാണാൻ സംവിധാനമൊരുക്കുകയാണ് ബോർഡും സർക്കാരും ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകോവിലിന് മുന്നിൽ ക്യാമറകൾക്കും മൊബൈൽ ഫോണുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. ശ്രീകോവിലിന്റെ ഉള്ളിലെ അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. മലയാള മാസം 1-ാം തീയതിയും ഞായറാഴ്ചയും ഒരുമിച്ചെത്തിയതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണമായത്. എന്നാൽ ഈ മണ്ഡലകാലത്തെ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാരുടെ വരവ് രേഖപ്പെടുത്തിയത് ഇന്നലെയാണ്. പോലീസിന്റെ കണക്കനുസരിച്ച് ഇന്നലെ പമ്പ വഴി മാത്രം എത്തി ദർശനം നടത്തി മടങ്ങിയത് 85,000-ത്തിലധികം പേരാണ്. പമ്പ നിലയ്ക്കൽ KSRTC സർവീസും കഴിഞ്ഞ ദിവസം റെക്കോർഡ് കളക്ഷൻ നേടിയിരുന്നു. തിരക്ക് മുന്നിൽ കണ്ട് മകരവിളക്കിന് മുന്നോടിയായി എത്തുന്ന ഭക്തർക്ക് സൗകര്യങ്ങൾ ക്രമീകരിക്കുന്ന തിരക്കിലാണ് ദേവസ്വം ബോർഡ്. ഒടിയൻ സിനിമയെ ചൊല്ലി നടക്കുന്നത് വ്യക്തിപരമായ ആക്രമണമെന്ന് സംവിധായകൻ ശ്രീകുമാർ മേനോൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അതിന്റെ കൂട്ടപ്പൊരിച്ചിലാണ് ഇപ്പോഴത്തേതെന്നും ശ്രീകുമാർ മേനോൻ. ഒടിയൻ നേടുന്നത് റെക്കോർഡ് കളക്ഷൻ എന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു മോശം സിനിമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു മോശമല്ലാത്ത സിനിമയാണ് ഈ സാധനം. അതായത് ഇങ്ങനെ ഇട്ട് വളഞ്ഞിട്ട് ദ്രോഹിക്കേണ്ട തെറ്റ് ചെയ്ത സിനിമയൊന്നുമല്ലത്. അപ്പോൾ എനിക്ക് സിനിമയിൽ നിന്നും ഒരു വലിയ ശത്രുത കഴിഞ്ഞ 4-5 വർഷമായിട്ട് എന്നെ വലിച്ചഴിക്കപ്പെടുന്ന വിവാദങ്ങളിലേക്ക് എന്തിലും ഞാൻ വലിച്ചഴിക്കപ്പെടുന്നു. അതിലുണ്ടാകുന്നതിന് ഒറ്റ കാരണമേ എനിക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ അസൈൻമെന്റ് ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എന്ന് ഞാൻ മീഡിയയിൽ പറഞ്ഞത്. അപ്പോൾ ആ കാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എപ്പോഴും വിവാദങ്ങളിലേക്കും വെറുപ്പുകളിലേക്കും സാധനങ്ങളിലേക്കും വലിച്ചഴിക്കപ്പെട്ടത്. അതിന്റെ ഒരു കലാശക്കൊട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു അവസാനത്തെ ഒരു കൂട്ടുപിടിയാണ് ഇപ്പൊ കണ്ടത്. കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെയ്പ് കേസിൽ അധോലോക ബന്ധത്തിന് ഇതുവരെ തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. അതേസമയം പാർലർ ഉടമ ലിന മരിയ പോളിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കും. ലിനയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരിൽ ചിലരെ പോലീസ് ഇതിനകം ചോദ്യം ചെയ്തു കഴിഞ്ഞു.
വിവിധ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതി ചേർക്കപ്പെടുകയും അറസ്റ്റുണ്ടാവുകയും ചെയ്ത പശ്ചാത്തലം ലീന മരിയ പോളിനുള്ളതിനാലാണ് ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചത്. സാമ്പത്തിക തട്ടിപ്പുകാരനായ സുകേഷ് ചന്ദ്രശേഖറുമായി ചേർന്ന് ലീന ഹവാല ഇടപാടുകൾ നടത്തിയത് സംബന്ധിച്ച കേസിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൊച്ചിയിലും ഇത്തരം ഹവാല റാക്കറ്റുകൾ പ്രവർത്തിച്ചിരുന്നതായുള്ള സംശയം പോലീസിനുണ്ട്. ലീന മരിയ പോളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ആർക്കെങ്കിലും വെടിവെപ്പ് സംഭവത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇവരുടെ മൊഴി നിർണായകമാണ്. അതിനാൽ ലീന മരിയയോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെത്തിയ ലീന ഇന്ന് തന്നെ പോലീസിന് മുമ്പാകെ ഹാജരാകുമെന്നാണ് സൂചന. അതേസമയം വെടിയുതിർത്ത സംഘത്തിൽപ്പെട്ട യുവാക്കളെ കണ്ടെത്തുന്നതിനായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരുടെ CCTV ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണോ ഇവരെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രവി പൂജാരി തന്നെയാണ് പണം ആവശ്യപ്പെട്ടതെന്ന് ലീന മരിയ പോൾ. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്ക് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നുവെന്നും ലീന. So first of all, I did not take it very seriously because I do not know whether he is a genuine Ravi Pujari or what is it. That is for the police to let me know what it is. I have not filed an official complaint, which I would be doing it tomorrow, but I have given a complaint regarding this. And here I am the victim. But media and everybody is targeting me and tarnishing my image over here, which is not right. I have been acquitted from that particular case of Chennai. The CBI has dropped charges on me, but here the question is not of my case. The question is about a firing which has happened in the salon. Police are investigating whether the gun was original or fake, and investigating the matter. Finally, understand the grievance of the situation here. I am the victim, but every media is reporting as if I have done something here. രാജ്യം തേടുന്ന കുറ്റവാളി രവി പൂജാരിയുടെ കഥ സിനിമാ കഥകളെ വെല്ലുന്നതാണ്. കർണാടകയിൽ നിന്ന് മുംബൈയിലെത്തിയ രവി പൂജാരി വളരെ വേഗത്തിലാണ് അധോലോക രാജാക്കന്മാരുടെ മുൻനിരയിലേക്ക് എത്തിയത്. മുംബൈയിൽ നിന്ന് അധോലോക സാമ്രാജ്യത്തേക്കെത്തി പിന്നീട് സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന രവി പൂജാരി എന്ന അധോലോക നായകന്റെ ജീവിതം സിനിമാ കഥകളെ വെല്ലുന്നതാണ്. കർണാടകയിൽ ജനിച്ച് വിദ്യാഭ്യാസം പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് രവി പൂജാരി മുംബൈയിലെത്തുന്നത്. അന്ധേരിയിലെത്തിയ രവി പൂജാരി അവിടുത്തെ ഗൂണ്ടാ നേതാവിനെ വധിച്ചതോടെ സംഘത്തിലെ നേതാവായി മാറിയാണ് അധോലോക സാമ്രാജ്യത്തിന്റെ തലവനായി മാറുന്നത്. പിന്നീട് ചോട്ടാരാജന്റെ സംഘത്തിലെ പ്രധാനിയായി രവി പൂജാരി മാറി. തുടർന്ന് 3 വർഷത്തോളം ചോട്ടാരാജന്റെ സംഘത്തിൽ നിന്നതിന് ശേഷം പൂജാരി ദുബായിലേക്ക് കടന്നു. ദുബായിലും മുംബൈ അധോലോകത്തിന്റെ ബന്ധങ്ങളും ഹവാല ഇടപാടുകളും രവി പൂജാരി സമർത്ഥമായി പല ഘട്ടങ്ങളിലും ഉപയോഗിക്കുകയും ചെയ്തു. 90കളുടെ മധ്യത്തിൽ ദുബായിലേക്ക് കടന്ന രവി പൂജാരി ആദ്യം റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് കൈവച്ചത്. ഭീഷണിയും ഗുണ്ടാപ്പിരിവുമായി ദുബായിലും അധോലോക സാമ്രാജ്യം വ്യാപിപ്പിക്കുകയും ചെയ്തു. നിലവിൽ കറാച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ദാവൂദ് ഇബ്രാഹിം ചോട്ടാരാജിനെ വധിക്കാൻ പദ്ധതിയിട്ടതോടെ രവി പൂജാരി അധോലോകവുമായി അകലം പാലിച്ചു തുടങ്ങി. നിലവിൽ ഓസ്ട്രേലിയ കേന്ദ്രമാക്കിയാണ് രവി പൂജാരിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. ഇപ്പോഴും പണം തട്ടലും ഭീഷണിയുമായി രവി പൂജാരി വിലസുന്നുണ്ടെന്നാണ് കൊച്ചിയിലെ സംഭവവും സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. റഫേൽ യുദ്ധവിമാന കരാറിൽ കേന്ദ്രത്തിൽ നിന്ന് ക്ലീൻ ചിറ്റ് ലഭിച്ചെങ്കിലും BJP സർക്കാർ ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ 2 ഭാഗങ്ങൾ കോടതി തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന കേന്ദ്രത്തിന്റെ വാദം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. വിധി പറഞ്ഞ 3-അംഗ ബെഞ്ചിലെ ജസ്റ്റിസുമാർക്ക് എങ്ങനെയാണ് ഒരേ വരി തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചോദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ BJPക്ക് ആകെയുള്ള ആശ്വാസം റഫേൽ വിധിയായിരുന്നു. എന്നാൽ റഫേൽ വിമാന വിലയുടെ വിശദാംശങ്ങൾ CAGക്ക് കൈമാറിയെന്നും റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചെന്നും PAC പരിശോധിച്ചുമെന്നുള്ള വിധിയിലെ വാചകം ആയുധമാക്കി പ്രതിപക്ഷം രംഗത്ത് വന്നതോടെ BJP പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സീൽ ചെയ്ത കവറിൽ നൽകിയ വിധി പ്രസ്താവത്തിലെ വിധിയിൽ പിഴവുണ്ടെന്ന BJPയുടെ വാദം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. അടുത്ത മാസം 2-ന് തിരുത്തൽ അപേക്ഷ കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി സമർപ്പിച്ച റിപ്പോർട്ടിലെ 2 ഭാഗങ്ങൾ കോടതി തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. എന്നാൽ 3 ജസ്റ്റിസുമാർ ബെഞ്ചിലുണ്ടായിട്ടും എല്ലാവർക്കും എങ്ങനെയാണ് ഒരേ വരി തെറ്റിപ്പോയതെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചോദിച്ചു. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലിൽ അഴിമതി കാട്ടിയ റഫേൽ കരാറിന്റെ സത്യാവസ്ഥ പുറത്തുവരണമെങ്കിൽ JPC അന്വേഷണം അനിവാര്യമാണെന്ന് CPM ആവശ്യപ്പെട്ടു. കേസിൽ കേന്ദ്രം സുപ്രീം കോടതിയെ കബളിപ്പിച്ചു എന്നുള്ള പ്രതിപക്ഷ ആരോപണം ശക്തമായതോടെയാണ് കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധിതരായത്.
കോടതിയെ കബളിപ്പിച്ചതാണെന്ന് ജസ്റ്റിസുമാർക്ക് മനസ്സിലായ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന പ്രഹരം അതിതീവ്രമായിരിക്കുമെന്നാണ് അഭിഭാഷകർ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയപരമായും BJP ആഡിയുലയും. ന്യൂസ് ബ്യൂറോ, ദില്ലി. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജനുവരി 1 നടക്കുന്ന വനിതാ മതിലിൽ പ്രവാസി സമൂഹത്തിന്റെ പിന്തുണയും ഐക്യദാർഢ്യവും വേണമെന്ന് CPIM നേതാവും മുൻ MP-യുമായ AN കൃഷ്ണദാസ് ദുബൈയിൽ കൈരളി പീപ്പിൾ TVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരളം സൃഷ്ടിക്കാൻ പ്രവാസി മലയാളികൾ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണെന്നും AN കൃഷ്ണദാസ് പറഞ്ഞു. പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ പ്രവാസ ലോകത്ത് പരക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ടെന്ന് NN കൃഷ്ണദാസ് പറഞ്ഞു. ദുബായിൽ കൈരളി പീപ്പിൾ TV വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവാസികളായ മലയാളികളുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി നിരവധിയായ പുതിയ പദ്ധതികൾക്കാണ് ആവിഷ്കാരം നൽകിയിട്ടുള്ളത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രളയത്തിനായിരുന്നു പോയ മാസങ്ങളിൽ നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. വലിയ തകർച്ച അതിന്റെ ഭാഗമായി കേരളത്തിനുണ്ടായിരുന്നു. എന്നാൽ കേരള സർക്കാർ പ്രളയാനന്തരം കേരളത്തെ സമ്പൂർണമായും നവകേരളമാക്കി പുതുക്കി പണിയുന്നതിന് വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുക്കുന്ന വനിതാ മതിൽ വിജയിപ്പിക്കാൻ പ്രവാസ ലോകത്തെ സ്ത്രീ സമൂഹത്തിന്റെ ഐക്യദാർഢ്യവും പിന്തുണയും വേണമെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് നവോത്ഥാന മൂല്യങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് സ്ത്രീ സമൂഹത്തെ കൂടി ഉയർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഉൽപ്പതിഷ്ണുക്കളായ കേരളത്തിലെ സ്ത്രീ സമൂഹം മുഴുവൻ ഉയർത്തെഴുന്നേറ്റ് ഈ വനിതാ മതിൽ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ന്യൂസ് ബ്യൂറോ, ദുബായ്. ദുബായിൽ നിന്ന് NN കൃഷ്ണദാസിന്റെ വാക്കുകളാണ് കേട്ടത്. അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ മുഴുവൻ വനിതകളും ജാതിമത ഭേദമന്യേ വനിതാ മതിലിൽ അണിചേരണമെന്ന് എഴുത്തുകാരി ശാരദക്കുട്ടി. പോയ കാലങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ പോരാട്ടങ്ങൾ കൊണ്ടാണ് ആധുനിക ലോകത്ത് വനിതകൾക്ക് മുന്നേറ്റമുണ്ടായതെന്നും അവർ പറഞ്ഞു. സ്ത്രീവിരുദ്ധവും പുരുഷാധികാരബദ്ധവും പുരുഷപരവും ജാതീയവുമായ ഒരുപാട് അനാചാരങ്ങൾ, അത്യാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് അറിയാനുള്ള ഒരു നിമിത്തമാവുകയായിരുന്നു ഈ ശബരിമല വിഷയം വരുന്നത്. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ അത്യാചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകൾ പോലും ഞങ്ങൾ അശുദ്ധരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരനിരയായി സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് മാത്രമല്ല സ്ത്രീകൾ, ഇങ്ങനെ മാത്രമല്ല സ്ത്രീകൾ വളരെ ശക്തമായി സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ സമരം ചെയ്ത, പ്രതിരോധിച്ച ഒരുപാട് സ്ത്രീകൾ നൽകിയ ബലത്തിലും കരുത്തിലുമാണ് ഇന്ന് ഈ സ്ത്രീകൾ സമൂഹ മധ്യത്തിൽ സമരം ചെയ്യാൻ ഇറങ്ങുന്നത്. അവർ പോലും മാറുമറച്ചും ശരീരം മറച്ചും ധാരാളം ശമ്പളം കയ്യിൽ വാങ്ങിക്കൊണ്ടും ധാരാളം വിദ്യാഭ്യാസം നേടിക്കൊണ്ടും ഒക്കെ അവർ ചെയ്യുന്ന ഈ സമരത്തിന് വലിയ സമരങ്ങളുടെ പിൻബലമുണ്ടായിരുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതിരോധത്തിൻ്റെതായ മറ്റൊരു പെൺമതിൽ ഇവിടെ അത്യാവശ്യമാണ്. ആ പെൺമതിലിന് ആശംസ നേരുക എന്നുള്ളത്, ആ പെൺമതിലിനൊപ്പം നിൽക്കുക എന്നുള്ളത് സാമൂഹ്യ ബോധമുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള ഏതൊരു സ്ത്രീയുടെയും കടമയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും മുല്ലപ്പള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടന ഉണ്ടാകുമെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. ഞാനിപ്പോഴും KPCC അധ്യക്ഷനായ ശേഷം തീർച്ചയായിട്ടും ഒരു പുതിയ ഭാരവാഹികളുടെ ഒരു സംഘം എനിക്ക് ഉണ്ടാകണമെന്നത് അനിവാര്യമാണ്. കാരണം ഭാരിച്ച ഉത്തരവാദിത്വമാണുള്ളത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടണമെങ്കിൽ ഒരു കൂട്ടായ നേതൃത്വം ഈ സംസ്ഥാനത്ത് അനിവാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് പോകാൻ അത് അനിവാര്യമാണ്. പാർട്ടിയിൽ തീർച്ചയായിട്ടും ആവേശവും തുടർപോക്കത്തിനും ഉണ്ടാകണമെങ്കിൽ അത്തരം ഒരു പുതിയ ലീഡർഷിപ്പ് ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഇത് സംബന്ധമായ ചർച്ചകൾ ഇതിനകം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വീണ്ടും ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. ഇത് സംബന്ധമായിട്ടുള്ള ചർച്ചകൾ ഏറെക്കുറെ അന്ത്യഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല സംഘടന അഭിപ്രായം. വ്യക്തിപരമായിട്ട് ഞാൻ തുടക്കത്തിൽ തന്നെ വലിയ കമ്മിറ്റികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല ഗുണനിലവാരമുള്ള കമ്മിറ്റി ആയിരിക്കണം. ഒരു ക്വാളിറ്റേറ്റീവായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ആയിരിക്കണം. ഭാഗ്യാന്വേഷികളെ തേടി ബേബി വാക്കറിൽ യുവാവ് പിച്ചവെക്കുന്നു. കൊല്ലം ചവറ മടപ്പള്ളി സ്വദേശി പേക്കാത്തറ ഭദ്രന്റെയും ശ്യാമളയുടെയും മകൻ ശ്യാംരാജാണ് തന്റെ ഭിന്നശേഷിയെ തോൽപ്പിച്ച് സ്വന്തം ചികിത്സയ്ക്കുള്ള വക തേടുന്നത്. ഇദ്ദേഹമാണ് ഭാഗ്യാന്വേഷികളെ ബേബി വാക്കറിൽ തിരയുന്ന ശ്യാംരാജ്.
കാരുണ്യ ലോട്ടറി വിൽക്കും, പക്ഷേ ആരുടെയും കാരുണ്യം തേടുന്നില്ല. ഭാഗ്യക്കുറിയിൽ വിശ്വാസമുള്ളവരെയാണ് ശ്യാംരാജിന് ഇഷ്ടം. ഒരു ദിവസം 15 കിലോമീറ്ററോളം നടക്കും. ഇടയ്ക്ക് പെട്ടി തുറന്ന് മുഖം മെരുക്കും. ഒന്നിരിക്കാൻ ബേബി വാൾക്കറിൽ ഇരിപ്പിടവുമുണ്ട്. പക്ഷേ തളർന്നിരിക്കാൻ ശ്യാം തയ്യാറല്ല. ലോട്ട് കച്ചവടത്ത് പോണ്ടെന്നുണ്ട് 2 ദിവസം പിടിച്ചില്ല. രാവിലെ ഓരമ്പാന്ന് പറഞ്ഞു വെളുപ്പിന് ഞാനും പോരും. വെളുപ്പിന് എന്നിട്ട് ഇപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോൾ 10,500 അതെന്റെ കാര്യത്തെ. 5 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് BA പഠിക്കുന്നതിനിടെ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് വർഷങ്ങളോളം കിടപ്പിലായിരുന്നു. ശിഷ്ടകാലം ആർക്കും ഒരു ബാധ്യതയാകാൻ ശ്യാംരാജ് തയ്യാറല്ല. തുടർന്നാണ് ഭാഗ്യക്കുറി കച്ചവടത്തെ ആശ്രയിച്ചത്. നമുക്ക് ഒന്നും തോറ്റു കൊടുക്കില്ലല്ലോ. അതുകൊള്ളവർ കാത്തുകൊണ്ടു കാത്തുക്കും. നമുക്ക് അസുഖമൊന്നുമില്ല. അതങ്ങ് ചിന്തിച്ചാൽ മാത്രം മതി. നമ്മൾ രക്ഷപ്പെടും. അതൊന്നും നമ്മളെ തോപ്പിക്കാൻ ഒരു ഇതുമില്ല. തിരിച്ച് നമ്മൾ നേരെ നിൽക്കും. തനിക്ക് വേണ്ടുന്നത് സഹതാപമല്ല, തന്നെ വിശ്വസിക്കുക. അതാണ് ശ്യാംരാജ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം. ചവറയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ഗൃഹോപകരണ വിതരണ രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ നവീകരിച്ച ഷോറൂം കോട്ടയം നാഗമ്പടത്ത് പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ PR സോന ഉദ്ഘാടനം ചെയ്തു. ഫാദർ സൂരജ് പിട്ടാപ്പള്ളിയിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ, ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പള്ളിയിൽ, കിരൺ വർഗീസ്, ജനറൽ മാനേജർ AJ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി പിട്ടാപ്പള്ളിയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ പറഞ്ഞു.